കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ ചില സമയത്ത് ചില പലഹാരങ്ങളെ പറ്റി പറയില്ലേ, അതിൽ ഒരു ഐറ്റമാണ് ഈ പലഹാരം. ചില പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അമ്മോ എന്താ ഒരു മണം, എന്താ ഒരു ടേസ്റ്റ്, എന്താ ഒരു ചില പലഹാരങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരു കടി കടിച്ചാൽ ഒന്നുകൂടെ കടിക്കാൻ തോന്നുമില്ലേ, അമ്മാതിരി ഒരു പലഹാരമാണിത്. അപ്പോൾ ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് 2 ഏലക്ക ചതച്ചതോ അല്ലെങ്കിൽ ഏലക്കയുടെ പൊടിയോ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് നാളികേരമാണ്. അപ്പം നമ്മുടെ ഗോതമ്പ് മാവിൽ തേങ്ങ ചേരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് എന്താണെന്ന് അറിയാമല്ലോ, അതൊരു ഗംഭീര ടേസ്റ്റ് തന്നെയായിരിക്കും. സാധാരണ നമ്മൾ ഈ ഗോതമ്പ് മാവും തേങ്ങയും കൂടെ ചേർത്തിട്ട് പല ഐറ്റംസും തയ്യാറാക്കാറുണ്ട്. അപ്പം അതുപോലൊരു കിടുക്കൻ ഐറ്റമാണ് ഈ തയ്യാറാക്കുന്നത്. ഇനി അതിലേക്ക് ചേർക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പഴമാണ്. ഇത് നേന്ത്രപ്പഴമല്ല, നേന്ത്രപ്പഴം അല്ലാത്ത പഴമായിരുന്നാലും നമുക്ക് ചേർക്കാവുന്നതാണ്. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയിട്ട് അതിൻ്റെ ഒപ്പം ചേർക്കാം, ഇല്ലാതെ പുഴുങ്ങാതെയും ചേർക്കാം. പക്ഷേ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള പഴം ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഈ ഒരു പലഹാരം സോഫ്റ്റായി വരും. ഇനി അടുത്തത് ചെയ്യേണ്ടതെന്നറിയോ, ശർക്കര നല്ല ചൂടാക്കി, അതായത് പാനിയാക്കി അരിച്ചെടുത്തിട്ടുണ്ട്. അത് ചൂടോടുകൂടി തന്നെ ഈ മാവിലൊഴിക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും, ആ ചപ്പാത്തി വളരെ സോഫ്റ്റായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ പലഹാരം കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ, ഇപ്പോൾ ചേർത്തത് ഒരു നുള്ളു ഉപ്പാണ്. അപ്പോൾ ഈ പലഹാരം കുറച്ചുകൂടി സോഫ്റ്റ് ആവാനായിട്ട് ഇതിലോട്ട് നല്ല ചൂടുള്ള, അതായത് ചൂടായിക്കൊണ്ടേയിരിക്കുന്ന ആ ഒരു ശർക്കര പാനി ചേർത്തിട്ടുള്ളത്. ഇതിനകത്ത് കൈ കൊണ്ടിട്ട് കൈ പൊള്ളിക്കേണ്ട, നല്ല ചൂടുണ്ടാവും. അപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് തണുത്തതിന് ശേഷം മാത്രം ഇത് കൈ കൊണ്ട് തൊടുക, അല്ലെന്നുണ്ടെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്നറിയോ, ബട്ടറാണ്. ഒരു വലിയൊരു പീസ് ബട്ടർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ബട്ടറും വെണ്ണയോ അല്ലെങ്കിൽ നെയ്യായിരുന്നാലും നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടറാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റായി വരും. അപ്പോൾ അതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത നെയ്യുടെ വാസന ഉണ്ടാവും. നെയ്യ് ചേർത്താലും ഇതേ പരിപാടിയൊക്കെ തന്നെയാണ്, ഇതേപോലത്തെ ടേസ്റ്റൊക്കെ തന്നെയായിരിക്കും വരാറുള്ളത്. അപ്പോൾ ഒരു ബട്ടർ ഒരു വലിയ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടുള്ള ശർക്കരപ്പാനി ഇതിൻ്റെ മേലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ മെൽറ്റ് ആവാൻ തുടങ്ങും. 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതങ്ങ് മെൽറ്റ് ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ബട്ടർ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ആ ബട്ടറിൻ്റെ ഒരു നല്ല വാസന വരും, ഇതിങ്ങനെ ആവിയിൽ വെന്ത് വരും. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ട്, അത് ചപ്പാത്തി മാവിൻ്റെ ഒന്നുമല്ല, അതിലും സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഇത് കുറച്ച് വെള്ളം കൈ കൊണ്ട് തൊട്ടാൽ മാത്രമേ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കൂ, അല്ലാതെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതാണ് പാകം. അപ്പോൾ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പഴവും ഏലക്കയും ശർക്കരപ്പാനിയും നാളികേരം, എൻ്റെ അമ്മോ ഒന്നും പറയണ്ട, എന്തൊരു മണം. ഇത് കുഴയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ്. അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് പറയുക, വാഴയിലെടുക്കുക, എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം തൊട്ടതിന് ശേഷം നമ്മുടെ മാവ് എടുക്കുക. വെള്ളം തൊട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതാണ് അതിൻ്റെ ഒരു പാകം. നമ്മുടെ ചൂട് ശർക്കരപ്പാനി ഒഴിച്ചുകൊണ്ട് തന്നെ കൂടുതൽ സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴം ചേർത്തതുകൊണ്ട് അതിനേക്കാളും സോഫ്റ്റാണ്. പിന്നെ ഏലക്കയുടെ മണവും ഒന്നും പറയണ്ട. എന്നിട്ട് നമുക്ക് ഇതിനിതാ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇങ്ങനെ ഇല മടക്കി ഉണ്ടല്ലോ, ഇതുപോലെ മടക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പഴം ഒരിക്കലും അങ്ങനെ കുഴഞ്ഞ് അതിൽ മിക്സായൊന്നും ചേരണ്ട. ഇടയ്ക്കിടയ്ക്ക് ആ പഴം ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്നതും ഒരു ടേസ്റ്റാണ്. അതുപോലെ ഇത് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം എന്താ ഇങ്ങനെ മടക്കുക, പിന്നെ ഇങ്ങനെ മടക്കുക, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഏതാണോ ആവി കയറ്റാനായിട്ട് എടുത്തിട്ടുള്ള പാത്രം ആ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒരു ത്രികോണാകൃതിയിൽ നമുക്ക് കിട്ടും. ഇതിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ബാക്കി ഇലകളുടെ ഉള്ളിലേക്ക് വെച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് സ്ലോ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. അപ്പോൾ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് ഇങ്ങനെ ചടപടൂന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ റെഡിയാക്കി ഇലയൊക്കെ ഇങ്ങനെ മടക്കി സെറ്റാക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അധികം സമയമൊന്നും വേണ്ട. ഒന്നാമത് മാവ് ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ വാഴയില തൈ മടക്കുന്ന പാടേ ഉള്ളൂ. അത് വേഗം മടക്കി നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ, വലിയ പാടൊന്നുമില്ല. അപ്പോൾ തയ്യാറാക്കി എടുക്കാം. മെയിനായിട്ട് ഇത് തയ്യാറാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പാണ് മാറുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഇലയുടെയൊക്കെ തയ്യാറാക്കുമ്പോൾ വേറൊരു രീതിയിലാണല്ലോ. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് നല്ലപോലെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇത് അതിക്രമമാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ തുറന്ന് കാണിക്കുന്നത്. നല്ല ചൂടുണ്ട്, കൈ പൊള്ളാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ. മണം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അമ്മാതിരി നല്ല രസമായിട്ടുള്ള മണമാണ്. വീട് ഫുള്ള് ഇതിൻ്റെ ഒരു മണം വരുന്നത്. മെയിനായിട്ട് വാഴയിലയിൽ നിന്ന് ആവി ഇങ്ങനെ വരുമ്പോഴുള്ള മണം അറിയാമല്ലോ, ആ ഒരു മണം. പിന്നെ ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നല്ല വാസനയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനുള്ളിൽ ചേർത്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. ആ ഒരു നാളികേരത്തിൻ്റെ ആണോ, ഗോതമ്പ് മാവിൻ്റെ ആണോ, ഏലക്കയുടെ ആണോ, പഴത്തിൻ്റെ ആണോ, ശർക്കരപ്പാനിയുടെ ആണോ, ഒരു രക്ഷയില്ലാത്ത മണമാണ്. അത് മാത്രം അറിയാം, കൊതിയാവുന്നുണ്ട്. ഇത്രയും മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരെണ്ണം കൂടെ കഴിച്ചാലോ എന്നിങ്ങനെ ഒരു തോന്നൽ വരും. അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു പലഹാരമാണ് ഈ ഒരു പലഹാരം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്.
നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് അത്യാവശ്യം എല്ലാം തണുത്ത് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചായയും ഇതും നല്ല മഴയും. എന്ത് രസമായിരിക്കും അല്ലേ ഈ മഴക്കാലത്ത് ഇതുപോലത്തെയൊക്കെ പലഹാരം കഴിക്കാൻ. നല്ല രസമല്ലേ. നമുക്ക് സാധാരണ നാടൻ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ മടി വിചാരിച്ചിട്ടാണ് പലതും ഉണ്ടാക്കാൻ മടിക്കുന്നത്. പക്ഷേ ഇത് വലിയ പാടൊന്നുമില്ലല്ലോ. കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് തേങ്ങ ഇടുക, ഏലക്കപ്പൊടി ഇടുക, ശർക്കര പാനി ഒഴിക്കുക, വെണ്ണയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, നെയ്യ് ഇട്ടാലും മതി അതിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് പഴം ഏതാണെന്ന് വെച്ചാൽ ഒരു പഴം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുഴയ്ക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. ഇത്രയേ ഉള്ളൂ പാട്, വേറെ അതിന് വലിയ പാടൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ ചായയോടൊപ്പം കഴിക്കാം, അതുപോലെ ഏത് സമയത്ത് കഴിക്കാനും നല്ലതാണ്. ഇപ്പോൾ രാവിലെ ആയിരുന്നാലും വൈകിട്ടായിരുന്നാലും ഏത് സമയത്തായിരുന്നാലും, ഇപ്പോൾ രാത്രി കഴിക്കാനായിരുന്നാലും ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എപ്പോഴും നമ്മൾ ഇപ്പോൾ വിശക്കുമ്പോൾ ഓടിപ്പോയി അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നത് മാറ്റിയിട്ട് ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പലഹാരം. ആ വാഴയിലയുടെ മണമുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. കാര്യം ഇത് ആ ഒരു ഇടയ്ക്ക് കഴിക്കുമ്പോൾ തേങ്ങ കടിക്കാൻ കിട്ടുന്നതും ഒക്കെ കൂടെ ചേർന്നിട്ട് ഇതിനൊരു വല്ലാത്ത മണവും ടേസ്റ്റാണ്. മെയിനായിട്ട് നമുക്ക് ഈ തേങ്ങയും ശർക്കരയും ഗോതമ്പ് മാവിനോടുള്ള ഇഷ്ടം, നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടക്കൂടുതൽ കൊണ്ട് തന്നെ ഇതെന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് മറക്കണ്ട, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പലഹാരമാണ്.